ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ പിൽക്കാലത്ത് ഇന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം എത്തിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, പരമാധികാരം 4 ശബ്ദങ്ങൾ ഇന്ന് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ശ്രേണികളിലുള്ള ജനങ്ങൾ വളരെ ദുരിതത്തിലും വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തെ ചെറുപ്പക്കാർ, ബിരുദവും ബിരുദാനന്ത ബിരുദവും എടുത്ത ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി തിരിയുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവുന്നു. ഇവിടെ തൊഴിലവസരങ്ങൾ നൽകാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഓരോ ദിവസം കൂടും രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് ഓരോന്നായി വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുന്നു. കോടാനുകോടി രൂപ വിറ്റ് ആദായമുള്ള HBCL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ന് സർക്കാർ വിറ്റുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ എയർപോർട്ടുകൾ, തീരദേശങ്ങൾ എല്ലാം തന്നെ അദാനിക്കും അംബാനിമാർക്കും വിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. രാജ്യ താൽപ്പര്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം ഖേദകരമായ ഒരു പ്രസ്താവനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയത്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്താണ് സ്വർണ്ണക്കള്ളക്കടത്തുമായുള്ള വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതെ വയ്യ. ഇവിടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഏജൻസികൾ എത്രയോ നാളുകളായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് പോലും ഇവിടെ ഒരു പ്രതികളെ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഒത്തുകളിക്കുകയാണ് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പല ആരോപണങ്ങളും മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വിഷയം, യഥാർത്ഥത്തിൽ കതിരൂർ മനോജ് വധക്കേസ് അടക്കമുള്ള കേസുകളിൽ എത്രയോ വർഷങ്ങളായി CBI അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതുതന്നെയാണ് പശ്ചിമ ബംഗാളിലും നടക്കുന്നത്. മമതാ ബാനർജിക്കെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. ശാരദ, നാരദ, റോസ് വാല്യൂ ചിട്ടിത്തട്ടിപ്പ് കേസുകൾ. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് DK ശിവകുമാറിനെതിരെയും ചിദംബരത്തിനെതിരെയൊക്കെ ED അന്വേഷണങ്ങളൊക്കെ ഉണ്ടായത് കേന്ദ്ര ഏജൻസികൾ. ഇന്ന് നേരെ മറിച്ച് ശാരദ, നാരദ, റോസ് വാല്യൂ ചിട്ടിത്തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ, കേന്ദ്ര ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിൽ എന്തുകൊണ്ടാണ് മമതാ ബാനർജിക്കെതിരെ ഒരു നടപടി കൈക്കൊള്ളാൻ കഴിയാത്തത്? മമതാ ബാനർജിക്കൊപ്പം നിൽക്കുന്ന മന്ത്രിമാരടക്കം പാർത്ഥോ ചാറ്റർജിയുടെ വീട്ടിൽ, സിനിമാ താരത്തിനോടൊപ്പം താമസിച്ച വീട്ടിൽ 50,000 കോടി രൂപയാണ് പിടിക്കപ്പെട്ടത്, സ്വർണം ഉൾപ്പെടെ. എവിടെയാണ് അന്വേഷണം എത്തിയിരിക്കുന്നത്?
ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ സംശയിക്കുകയാണ് മമതാ ബാനർജി മതേതര ചേരിക്കൊപ്പമാണോ അല്ലയോ എന്നുള്ള കാര്യം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതര ചേരിക്കൊപ്പമാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ധാരണയിൽ മമതാ ബാനർജി സഹകരിക്കണം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഗോവയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള കോൺഗ്രസിനെ അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി BJPയെ സഹായിച്ചു എന്നുള്ള പച്ചയായ ആരോപണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പച്ചയായ മമതാ ബാനർജി രാജ്യത്തെ സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴും സ്വന്തം മരുമകനെതിരെ പോലും എൻഫോഴ്സ്മെൻറ്റ് നടപടി ഉണ്ടായപ്പോൾ പോലും അന്തർധാരയിൽ BJPയുമായി സഹകരിക്കുന്ന കൈകോർക്കുന്ന രാഷ്ട്രീയം മമതാ ബാനർജിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മതേതര ചേരിയുടെ ഇന്ത്യ മുന്നണി സഖ്യം പരിപൂർണമായി പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയത്ത് വിധ്വംസന പ്രവർത്തനങ്ങൾ, വിഘടനവാദം, സ്വർണ്ണക്കള്ളക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസികൾ കേരള ഗവൺമെൻറ്റിനെതിരെ ഇതുവരെയായിട്ടും ഒരു കേന്ദ്ര ഏജൻസിക്ക് പോലും ഒരു ആരോപണങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തൃശ്ശൂരിൽ വന്ന പ്രധാനമന്ത്രി പറയുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം പിണറായി വിജയൻ മറക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയണം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം, അന്തർധാരയിൽ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം, കൊടകര കുഴൽപ്പണ കേസുമടക്കമുള്ള വിഷയങ്ങൾ, നിരവധി കേസുകളാണ് കേരളത്തിലുള്ളത് BJP നേതാക്കൾക്കെതിരെ. ഒരു കേസുകളും മുന്നോട്ട് പോകുന്നതായി നമുക്ക് എവിടെയും കാണാനുമില്ല. അപ്പോൾ അന്തർധാരയിൽ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ആരാണെന്നുള്ള കാര്യം BJP ഒപ്പം തന്നെ CPMഉം വ്യക്തമാക്കണം എന്നുള്ളതാണ് നവജനശക്തി കോൺഗ്രസ്സിന് പറയുവാനുള്ളത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം രാജ്യത്തിന് ആവശ്യമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പരിപൂർണമായും കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൃദു ഹിന്ദുത്വ നയം കോൺഗ്രസ് തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നത് മതേതര ചേരിയോടൊപ്പമാണ്, മതേതരത്വത്തോടൊപ്പമാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസ് മതേതരത്വം കൈവടിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കോൺഗ്രസ് തിരുത്തിയാൽ മാത്രമേ 2024 വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ചേരിക്ക് രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അയോധ്യ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു പ്രീണനം അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് സംഘപരിവാറും BJPയും നടത്തുന്ന എല്ലാ പ്രചരണങ്ങളെയും ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ജനങ്ങളും തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ രാജ്യത്ത് 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരാണ്. ഇന്ന് രാജ്യത്തെ തൊഴിലാളികളടക്കം ഐതിഹാസികമായി നേടിയെടുത്ത തൊഴിൽ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം രാജ്യത്തുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പോലും സർക്കാരിനെതിരെ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാരായ ആളുകൾ, തൊഴിലില്ലാതെ ചെറുപ്പക്കാരായ ആളുകൾ സർക്കാരിനെതിരെ തിരിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. JNUവിലെ വിദ്യാർത്ഥികളടക്കം
കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇവിടുത്തെ അമ്മമാരും കുട്ടികളുമടക്കം, രാജ്യത്തെ ലക്ഷോപലക്ഷം വനിതകളടക്കം ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളാണ്. സർഫാസി പോലെയുള്ള കരിനിയമങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് കാരണം രാജ്യത്ത് 9 വർഷം കൊണ്ട് 28,000 കർഷകരാണ് നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ മറ്റ് മതേതര ചേരികളെന്നോ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളെന്നോ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം. അതിൽ വലിയ കക്ഷികളെന്നോ ചെറിയ കക്ഷികളോ എന്നല്ലാതെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടകരമായ നിലനിൽപ്പാണ് 2024 തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യത്ത് വരാൻ പോകുന്നത്. ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് അടക്കമുള്ള വിഷയം രാജ്യത്ത് ഉയർത്തിക്കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്ത് വരാൻ പോകുന്നത് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെയേറെ പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് 2024 ശേഷം രാജ്യം കടന്നു പോകാൻ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മതേതര ചേരിയെ ശക്തിപ്പെടുത്തുവാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ 2024 തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.